നമസ്കാരം. ഇന്ന് ബുധനാഴ്ച, കർക്കിടക മാസത്തിലെ കൃഷ്ണപക്ഷ പഞ്ചമി ദിവസം. പഞ്ചമിയും അമാവാസിയും ശനിയാഴ്ച, ചൊവ്വാഴ്ച, വെള്ളി ദിവസങ്ങളിലൊക്കെ തന്നെ പഞ്ചമി ദേവിയായ ശ്രീ വരാഹി ദേവിയെ പ്രാർത്ഥിക്കുവാനും പൂജിക്കുവാനും പറ്റിയ ദിവസങ്ങളാണ്. കേവലം വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ കഴിയാത്ത ഉഗ്രശക്തിയുള്ള വരാഹി ദേവിയെ ആരാധിച്ചാൽ ക്ഷിപ്രഫലസിദ്ധിയാണ്. ലളിതാ സഹസ്രനാമത്തിൽ പരാമർശിക്കുന്ന പഞ്ചമി പഞ്ചഭൂതേശി ശ്രീ വരാഹി ദേവി ശ്രീപത്മത്തിലെ മഹാപത്മാടവിയുടെ വടക്കു ദിശയിൽ വസിക്കുന്നു. 5 കോണുള്ള ചക്രത്തിലിരുന്ന് സേനയെ നയിക്കുന്ന ശ്രീ വരാഹി ദേവി അജ്ഞാനത്തെ നശിപ്പിച്ച് തന്റെ ഭക്തർക്ക് അറിവ് പകരുന്നു. കടവും ശത്രുക്കളുടെ ശല്യവും കാരണം കഷ്ടപ്പെടുന്നവർക്ക് വിളിച്ചാലുടൻ വിളിയേൽക്കുന്ന ശക്തിയാണ് ശ്രീ വരാഹി ദേവി. വെറുതെ ശ്രീ വരാഹി ദേവിയുടെ പേരെന്ന് പറഞ്ഞാൽ തന്നെ ഭയവും സങ്കടവും മനശ്ചഞ്ചല്യവും എല്ലാം നമ്മെ വിട്ടൊഴിയുന്നതാണ്. ശ്രീ വരാഹി ദേവിയുടെ കാര്യങ്ങൾ എത്ര തന്നെ പറഞ്ഞാലും മതിവരില്ല. അത്രയ്ക്കാണ് അമ്മയുടെ മഹാത്മ്യം. വരാഹിദേവിക്ക് ലളിതമായ പൂജകളാണ് ഉള്ളത്. തൊട്ടടുത്ത് വരാഹിദേവിയുടെ ക്ഷേത്രങ്ങൾ ഉണ്ടെങ്കിൽ പോകാവുന്നതാണ്. എങ്കിലെങ്കിൽ വീട്ടിൽ തന്നെ നിങ്ങൾക്ക് എളിയ രീതിയിൽ പൂജകൾ ചെയ്യാവുന്നതാണ്. വരാഹിദേവിയുടെ വിഗ്രഹമോ ഫോട്ടോയോ ഉണ്ടെങ്കിൽ അതിന് അഭിഷേകവും മറ്റ് അലങ്കാരങ്ങളും ചെയ്യാവുന്നതാണ്. ഇല്ലെങ്കിൽ ഒരു നെയ്വിളക്ക് കത്തിച്ചു വെച്ചാലും മതി. അല്ലെങ്കിൽ തേങ്ങാദീപം തെളിയിക്കാവുന്നതാണ്. ഈ തേങ്ങാദീപം അമ്മയ്ക്ക് വളരെ പ്രിയപ്പെട്ടതാണ്. അതുപോലെ തന്നെ നിങ്ങളുടെ ഏതാഗ്രഹം നടക്കുവാനായിട്ട് ഒരു 5 പഞ്ചമി തിരിയിൽ തേങ്ങാദീപം കത്തിക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതാണ്. തേങ്ങാദീപം കത്തിക്കുവാൻ ഒരു വാഴയിലോ അല്ലെങ്കിൽ സാധാരണ ഒരു പ്ലേറ്റിലോ കുറച്ച് പച്ചരി ഇട്ടിട്ട് അതിന് മേലെ തേങ്ങ പൊട്ടിച്ച് 2 മുറിയായിട്ട് നെയ്യ് ഒഴിച്ച് വിളക്ക് തെളിയിക്കേണ്ടതാണ്. ഇങ്ങനെ 5 പഞ്ചമി തിരിയിൽ ഈ തേങ്ങാദീപം കത്തിക്കുന്നതിലൂടെ നിങ്ങളുടെ കടങ്ങൾ മാറുന്നതാണ്. അതുപോലെ തന്നെ വിവാഹതടസ്സം മാറി നല്ലൊരു വിവാഹബന്ധം വരുന്നതാണ്. സന്താനമില്ലാത്തവർക്ക് സൽസന്താനങ്ങൾ ഉണ്ടാകുവാനും ഇതുപോലെ തേങ്ങാദീപം കത്തിക്കാവുന്നതാണ്. ഒരു ചെറിയ തട്ടിൽ കുറച്ച് പച്ചരിയിട്ട് ഒരു മൺവിളക്കിൽ നെയ്യ് ഒഴിച്ച് തിരിയിട്ട് വരാഹിദേവിയുടെ വിഗ്രഹത്തിൻ്റെയോ ഫോട്ടോയുടെ മുമ്പിൽ കത്തിച്ചു വയ്ക്കുക. എന്നിട്ട് അതിനുള്ളിൽ സന്ധ്യയ്ക്ക് ശേഷം പേര് പറഞ്ഞുകൂടാ ഈ വസ്തുവിനെ കുറിച്ച് അത് ഞാനിവിടെ എഴുതി കാണിക്കുന്നതാണ്. ഇത് അങ്ങാടി മരുന്ന് കടയിലൊക്കെ സുലഭമായി ലഭിക്കുന്നതാണ്. ഇതൊരു ചെറിയ കഷ്ണം നെയ്യിലേക്ക് ഇട്ട് വിളക്ക് തെളിയിക്കേണ്ടതാണ്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ കടങ്ങൾ എല്ലാം തന്നെ വീട്ടിൽ കിട്ടുന്നതാണ്. ഇതിനോടൊപ്പം തന്നെ അമ്മയ്ക്ക് ഇഷ്ടവിഭവങ്ങളായ പാനകവും മറ്റും കിഴങ്ങ് വർഗ്ഗങ്ങളോ മറ്റോ വെച്ച് നീതിക്കാവുന്നതാണ്. ഇനി അതിനോടൊപ്പം തന്നെ അമ്മയുടെ ഈ അതിശക്തിയാർന്ന നാമം ഒരു 108 തവണ ജപിക്കുകയും വേണം. ഇത് രാത്രി 8 മണിക്ക് ശേഷം ചെയ്യുന്നതാണ് ഉചിതം. കാരണം രാത്രിദേവതയായ ശ്രീ വരാഹി ദേവിയെ ഭജിക്കുവാൻ ഏറ്റവും ഉത്തമമായ സമയം എന്ന് പറയുന്നത് 8 മണിക്ക് ശേഷവും അതുപോലെ തന്നെ ബ്രഹ്മമുഹൂർത്ത സമയവുമാണ്. നാമം ഇതാണ്: ഓം ഐം ഹ്രീം ശ്രീം വാരാഹിതായേ നമഃ. 108 പ്രാവശ്യം ജപിക്കാവുന്നതാണ്. വിശ്വാസത്തോടുകൂടിയും പ്രാർത്ഥനയോടെയും ജപിച്ചു നോക്കൂ. അമ്മ നിങ്ങളെ കൈവിടുകയില്ല. എല്ലാവർക്കും ശ്രീ വരാഹി ദേവിയുടെ അനുഗ്രഹം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചു.